75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങുകയാണ് രാജ്യം. വൻ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം. 14,000 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7 മണിക്ക് രാജ്യത്തോടായി അഭിസംബോധന ചെയ്യും. ഡൽഹിയിൽ നിന്നും റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ വിശദാംശങ്ങളുമായി അച്യുതൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ. എങ്ങനെയുണ്ട് അച്യുതൻ? ഡൽഹി തണുത്ത് വിറയ്ക്കുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ റിപ്പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ പറയൂ. തണുപ്പുണ്ട് എസ്.കെ. ഇന്നും ഈ അതിശൈത്യം നാളെയും കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഒപ്പം തന്നെ ഈ മൂടൽമഞ്ഞ് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എസ്.കെന് കാണാൻ കഴിയും പുറകിൽ ഇന്ത്യ ഗേറ്റാണ്, പക്ഷെ അത് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. ഇന്ത്യ ഗേറ്റ് ഞാൻ നിൽക്കുന്ന ഈ പ്രധാന പാതയാണ്. ഇതിനെയാണ് കർത്തവ്യ പദ് എന്ന് പറയുന്നത്. ഇന്ത്യ ഗേറ്റ്, അതിന്റെ പുറകിലായി അമർ ജവാൻ ജ്യോതി, മറുവശത്തായിട്ട് രാഷ്ട്രപതി ഭവനാണ്. അപ്പോൾ ഈ ഭാഗമെല്ലാം മൂടൽമഞ്ഞ് ബാധിച്ച് ആകെ ഒന്നും ദൃശ്യം കാണാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. വിമാന സർവീസുകളെയും ട്രെയിൻ സർവീസുകളെയും ഇത്തവണയും ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അതിശൈത്യം നാളെ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ഡൽഹിയിലെ പൊല്യൂഷനും കാര്യമായി തന്നെ കൂടുതലാണ്. സ്കെയിൻ 450 മുകളിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇനി റിപ്പബ്ലിക് ദിനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനായിട്ടാണ് ഒരുങ്ങുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ഭാഗമായാണ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. രാജ്യത്തിൻ്റെ ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളും ഒപ്പം രാജ്യം നേരിട്ട വെല്ലുവിളികളും അത് ഈ ദ്രൗപദി മുർമു അഭിസംബോധനയിലൂടെ ജനങ്ങളെ അറിയിക്കും. നാളെ ഈ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് കർത്തവ്യ പത്തിൽ ഇതിനോടകം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തു നിന്നൊരു വാഹനത്തിന് ഇതിനകത്തേക്ക്, ഈ ബാരിക്കേഡിനകത്തേക്ക് പ്രവേശനമില്ല. ഒപ്പം തന്നെ വൻ സുരക്ഷാ സന്നാഹം, അതായത് ഡോഗ് സ്ക്വാഡിനെ അടക്കം കൊണ്ടുവന്ന് ഇവിടെ പരിശോധനകൾ ഇന്നലെയും നടത്തിയിരുന്നു. മറ്റാർക്കും ഇതിനകത്തേക്ക് കടക്കുവാൻ സാധിക്കില്ല. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായാണ് അത്തരം ക്രമീകരണങ്ങൾ. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിക്കും. അതിനുശേഷം ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്നെത്തും. കുതിര പടയാളികളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും രാഷ്ട്രപതി ഈ വേദിയിലേക്ക് എത്തുക. തുടർന്ന് പതാകയെ അഭിവാദ്യം ചെയ്ത് അതോടുകൂടി ചടങ്ങുകൾക്ക് ഒരു ഔദ്യോഗിക തുടക്കമാകും. എസ്.കെ. ഇത്തവണ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് മുഖ്യാതിഥി. കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഇത്തവണ ഫ്രഞ്ച് പ്രസിഡന്റാണ്. ഫ്രഞ്ചിന്റെ സൈന്യവും ഇത്തവണത്തെ പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. മറ്റൊരു സവിശേഷത, ഇത്തവണത്തെ ആശയം, മുന്നോട്ട് വയ്ക്കുന്ന തീം എന്ന് പറയുന്നത് നാരീശക്തിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ കണ്ടിജൻറ്റുകളെ നയിക്കുന്ന കമാൻഡർമാരും ഇത്തവണ വനിതകളാണ്. ഡിഫൻസ് തന്നെ 2 അംഗ സംഘത്തെയാണ് ഇത്തവണ പരേഡിനായി ഇറക്കുന്നത്. അതിൽ ഒരു സംഘം പൂർണ്ണമായും വനിതകളാണ്. 144 അംഗ സംഘമാണ്. അതിൽ 60 അംഗങ്ങൾ കരസേനയിൽ നിന്നും ബാക്കിയുള്ളത് വ്യോമനാവിക സേനയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘമാണ് പരേഡിന് ഇറങ്ങുന്നത്. ഒപ്പം മറ്റ് സുരക്ഷാ സേനകളുടെയും സൈന്യവും ഇത്തവണ പരേഡിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. ഒപ്പം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് 15 ടാബ്ലോകളും ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തും. ഇതിന് പുറമെ വരുന്നത് ഈ പല സംസ്ഥാനങ്ങളുടെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കലാപരമായിട്ടുള്ള നൃത്തങ്ങൾ, അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും ഇവിടേക്ക് പരേഡിന്റെ ഭാഗമായി എത്തും. പരേഡ് നിലവിൽ ഇവിടെ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 9 കിലോമീറ്ററാണ്. റിഹേഴ്സൽ സമയത്ത് 12 കിലോമീറ്റർ വരെയാണ് അവർ ഇതിന്റെ പ്രാക്ടീസ് പരിശീലനം നടത്തുക. പക്ഷേ പരേഡ് നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ 9 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് റെഡ് ഫോർട്ട് ലാൽ കിലയിലായിരിക്കും എസ്.കെ. അവസാനിക്കുന്നത്. ഈ അതിശൈത്യത ഏറ്റവും നമുക്ക് ആശ്ചര്യം തോന്നിയത്, ഈ അതിശൈത്യം ഡൽഹിയിൽ പിടിമുറുക്കിയ സമയത്തും പുലർച്ചെ തന്നെ ഇവിടെ ഇതിന്റെ പരിശീലനത്തിനായി സേനാംഗങ്ങൾ എത്തിയിരുന്നു. ഇത്തവണ കേരളത്തിന് അഭിമാനിക്കാം. കാര്യം 3 മലയാളികൾ ഇത്തവണ പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഡൽഹി പോലീസിനെ നയിക്കുന്നത് ശ്വേത കെ സുഗതൻ IPS ആണ്, നമ്മുടെ തൃശ്ശൂരുകാരിയാണ്. ഒപ്പം നാവികസേനയുടെ ഇത്തവണത്തെ കമാൻഡറായി എത്തുന്നത് മലയാളിയാണ്, ദേവികയാണ്. CRPFന്റെ സംഘത്തെ നയിക്കുന്നതും മലയാളിയാണ്, അത് മേഘ S. നായരാണ്. അങ്ങനെ മലയാളികളും ഇത്തവണത്തെ ഈ ഒരു പരേഡിന്റെ ഭാഗമാവുന്നത് കേരളത്തിന് അതൊരു ഇരട്ടി അഭിമാനത്തിന്റെ ഒരു നിമിഷം കൂടിയാണ്. എന്തായാലും വൻ സുരക്ഷാ സംവിധാനങ്ങളാണ്. പലയിടത്തും ബാരിക്കേഡുകളും താൽക്കാലിക നിരീക്ഷണ പോസ്റ്റുകളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സുരക്ഷാ വലയത്തിന്റെ ഒരു ചക്രവ്യൂഹത്തിനകത്താണ് ഇപ്പോൾ ഡൽഹി എന്ന് തന്നെ പറയാം. എസ്.കെ. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. കടുത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്.